കഴുത്തിന് പിന്നിലൂടെ വന്ന് നെഞ്ചിലേക്ക് വീണ താലിച്ചരടിന്റെ തണുത്ത സ്പർശം കല്യാണിയുടെ ഉടലിനെ ഒന്നാകെ വിറപ്പിച്ചു. കണ്ണുകളിൽ നിന്ന് നിറഞ്ഞു തൂവിയ കണ്ണുനീർത്തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങി കാഴ്ചയെ മറച്ചു. ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളുടെ ചൂഴ്ന്ന നോട്ടവും നാദസ്വരത്തിന്റെ ചെകിടടിപ്പിക്കുന്ന ശബ്ദവും തുരുതുരയുള്ള ക്യാമറ ഫ്ലാഷുകളും ആകെയൊക്കെയും കൂടി ചേർന്ന് അവളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. ഇനി സിന്ദൂരം ചേർത്താം. കാർമികനായ തിരുമേനിയുടെ ശബ്ദം കേട്ടതും മാധവ് നുരഞ്ഞു പൊന്തിയ അമർഷം ഉള്ളിലൊതുക്കി സിന്ദൂരച്ചെപ്പിൽ നിന്ന് ഒരു നുള്ള സിന്ദൂരമെടുത്തു. തൻ്റെ നെറുകയിലായി ആ കുങ്കുമം ചാർത്തുമ്പോൾ കല്യാണി നിറവാർന്ന കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ആ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നത് അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഒരൊറ്റ തവണ പോലും അവൻ അവളുടെ മുഖത്തേക്കൊന്നും നോക്കിയില്ല. എല്ലാം കഴിഞ്ഞു. ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്ത വിധം തൻ്റെ ഇനിയുള്ള ജീവിതം മാധവ് സാറുമായി ചേർന്നു എന്ന തിരിച്ചറിവിൽ കല്ലു നിസ്സഹായതയോടെ മുഖം കുനിച്ച് സാരിത്തുമ്പിൽ വിരലുകൾ ഞെരിച്ചമർത്തി. തനിക്ക് ഏറ്റവും ഭയവും വെറുപ്പുമുള്ള ഒരാളെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അതും ഇന്നലെ വരെ തൻ്റെ അധ്യാപകനായിരുന്ന ഒരാളെ. കല്ലുവിന് അതോർക്കും തോറും തല പെരുക്കുന്നത് പോലെ തോന്നി. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വളരെ വലിയൊരു ആശ്വാസത്തോടെയാണ് മാധവിൻ്റെയും കല്ലുവിൻ്റെയും അച്ഛനമ്മമാർ ആളുകളോട് സംസാരിച്ചത്. അവരുടെ മുഖത്തെ സന്തോഷത്തിനായി തൻ്റെ ജീവിതം ബലികഴിക്കേണ്ടി വന്നല്ലോ എന്നോർത്തപ്പോൾ കല്ലുവിന് വല്ലാതെ തോന്നി. ശ്രീമംഗലത്തേക്കുള്ള യാത്രയിൽ അലങ്കരിച്ച കാറിൻ്റെ പിൻസീറ്റിൽ മാധവിനൊപ്പം ഇരിക്കുമ്പോൾ കല്ലുവിന് ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി. AC-യുടെ തണുപ്പിലും അവളുടെ ഉള്ളംകൈ വിയർക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരാൾക്ക് കൂടി ഇരിക്കാനുള്ള അകലമുണ്ട്. മാധവ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവൻ്റെ മുഖം ഇടയ്ക്കിടെ കടുപ്പമേറുന്നത് അവൾ കൺകോണിനാൽ കണ്ടു. ഏതു നേരവും പുറത്തു ചാടാനിടയുള്ള വളരെ വലിയൊരു അമർഷം ഉള്ളിലൊതുക്കി വെച്ചിരിക്കുന്നത് പോലെ. അവൻ തന്നെ എന്തെങ്കിലും പറയുമോ എന്നവൾ ഭയന്നു. പക്ഷെ അതുണ്ടായില്ല. ആ യാത്രയിലുടനീളം ആ രണ്ടുപേർക്കിടയിൽ കനത്ത നിശബ്ദത മാത്രമായിരുന്നു. ശ്രീമംഗലം വീട്ടുമുറ്റത്ത് കാർ വന്നു നിന്നപ്പോൾ അവരെ വരവേൽക്കാൻ ഗീതയും കുറച്ച് ബന്ധുക്കളും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ കല്ലുവിൻ്റെ കൈകളിലേക്ക് നിലവിളക്ക് നൽകുമ്പോൾ ഗീതയുടെ കണ്ണുകൾ സംതൃപ്തിയാൽ നിറഞ്ഞു. കയറി വാമോളെ, വലതുകാല് വെച്ച് സ്നേഹത്തോടെ അവർ പറഞ്ഞപ്പോൾ കല്ലുവിന് സങ്കടവും അതോടൊപ്പം വല്ലാത്തൊരു വീർപ്പൂട്ടലും തോന്നി. വലതുകാൽ വെച്ച് അവൾ ആ വലിയ വീട്ടിലേക്ക് കയറി. തൊട്ടു പിന്നിലായി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മാധവും ഒപ്പമുണ്ടായിരുന്നു. തുടർന്നുള്ള ബന്ധുക്കളുടെ ചില ചോദ്യങ്ങൾക്കും സംസാരങ്ങൾക്കുമിടയിൽ കല്ലുവിന് വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മഹിമേ, നീ കല്ലുവിനെ മാധവമോൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ. കുട്ടി ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, പോയി റെസ്റ്റ് എടുക്കട്ടെ. ഏറെ വൈകിട്ടായപ്പോൾ ഗീതാൻ്റി പറഞ്ഞു. മഹിമയുടെ കൂടെ മുകളിലത്തെ നിലയിലേക്കുള്ള കോണിപ്പടികൾ ഒന്നൊന്നായി കയറുമ്പോൾ കല്ലുവിൻ്റെ കാലുകൾക്ക് ഭാരമേറിയേറി വരുന്നത് പോലെ തോന്നി. മാധവിൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് മഹിമ അവളെ അകത്തേക്ക് കയറ്റി. ഒരു നിമിഷം കല്ലു ആ മുറിയിലാകെ കണ്ണോടിച്ചു. ആ മുറി കണ്ടാൽ തന്നെ അറിയാം അതൊരു പ്രൊഫസറുടേതാണെന്ന്. ചുവരുകളിൽ പേസ്റ്റൽ നിറം. ഒരു വശത്ത് വലിയൊരു ബുക്ക് ഷെൽഫ്, അതിൽ നിറയെ അടുക്കി വെച്ച പുസ്തകങ്ങൾ. സ്റ്റഡി ടേബിളിൽ കൃത്യമായി വെച്ചിരിക്കുന്ന ഫയലുകളും ലാപ്ടോപ്പും. എവിടെയും ഒരലങ്കോലവുമില്ല, എല്ലാത്തിലും കൃത്യത. കല്യാണമായിട്ട് കൂടി ആ മുറിയിലൊരു പൂ പോലും വയ്ക്കാൻ പുള്ളി സമ്മതിച്ചിട്ടുണ്ടാവില്ല. ചേച്ചി ഇരിക്ക്, ഏട്ടൻ ഇപ്പോൾ വരും, മഹിമ കട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. കല്ലുവിൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് മഹിമ അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ചു. ചേച്ചി പേടിക്കണ്ട, ഏട്ടൻ പുറമേ കാണിക്കുന്ന ഈ ഗൗരവമേ ഉള്ളൂ, പാവമാവൾ. കല്ലു വെറുതെ നോക്കിയതല്ലാതെ തിരിച്ചൊന്നും പറയാൻ പോയില്ല. മഹിമ പോയതും കല്ലു ആ വലിയ കട്ടിലിൻ്റെ ഒരറ്റത്തായി ഒതുങ്ങിയിരുന്നു. അല്പനേരത്തിന് ശേഷം വാതിൽക്കൽ ഒരു കാൽപെരുമാറ്റം കേട്ടതും അവൾ ഞെട്ടി തലയുയർത്തി നോക്കി. മാധവ് അകത്തേക്ക് വന്നു. അവനെ കണ്ടതും കല്ലു അറിയാതെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോയി. മാധവ് വാതിലടച്ച് കുറ്റിയിട്ടു. ആളുടെ മുഖത്ത് കടുത്ത ഗൗരവമായിരുന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ടോ എന്ന് കല്ലു ഒരു വേള സംശയിച്ചു. അവൻ അവളെ നോക്കാതെ തന്നെ ഡ്രസ്സിംഗ് ടേബിളിനടുത്തേക്ക് നടന്നു. കയ്യിലെ സിൽവർ വാച്ചൂരി മേശവലിപ്പിലിട്ട് വലിച്ചടച്ചു. കുർത്തയുടെ ബട്ടണുകൾ ദേഷ്യത്തോടെ അഴിക്കുന്നതിനിടയിൽ അവൻ കണ്ണാടിയിലൂടെ അവളെ തുറിച്ചു നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ തന്നെ കല്ലുവിൻ്റെ തൊണ്ട വരണ്ടു. അവൻ പതുക്കെ തിരിഞ്ഞ് അവളുടെ നേർക്ക് നടന്നു വന്നു. അവൻ്റെ ഓരോ ചുവടുവയ്പ്പിലും കല്ലുവിന് അവളുടെ ജീവൻ പോകുന്നത് പോലെ തോന്നി. അവൾ അറിയാതെ രണ്ടടി പിന്നോട്ട് മാറി. എങ്ങോട്ടാ നീ ഓടുന്നത്?
അവൻ്റെ ശബ്ദം കനത്തിരുന്നു. ആ മുറിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ആ ചോദ്യം അവളുടെ കാതുകളിൽ തുളച്ചു കയറി. കല്ലു ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. ഇപ്പോൾ സമാധാനമായോ നിനക്ക്? വീണ്ടും അതേ ശബ്ദത്തിൽ ചോദിച്ചതും കല്ലു ഞെട്ടലോടെ അവനെ നോക്കി. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഇപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന്. എല്ലാവരും കൂടി എന്നെ ഇമോഷണലി ട്രാപ്പ് ചെയ്തപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നീ എന്തിനാ ഡ്രാമ കളിച്ച് ഈ മാരേജിന് സമ്മതിച്ചത്? സത്യം പറയ്, എന്താ നിന്റെ മനസ്സിലിരിപ്പ്? അവൻ അവളുടെ അടുത്തേക്ക് 2 ചുവട് വെച്ചു. കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. കല്ലുവിന് പെട്ടെന്ന് താൻ കേട്ടത് വിശ്വസിക്കാനായില്ല. ഭയം മാറി അവിടെ പതിയെ ദേഷ്യം വന്നു തുടങ്ങി. ഡ്രാമ കളിച്ചെന്നോ? അതും ഞാൻ? എന്താ അസമ്മതാ സാറി പറയുന്നത്? സംശയത്തോടെ അവൾ ചോദിച്ചു. മാധവ് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്താ നീ വിളിച്ചത്? സാറെന്നോ? കൊള്ളാം. അപ്പൊ നിനക്കത് ഓർമ്മയുണ്ട് ഞാൻ നിന്റെ സാറാണെന്ന്. പിന്നെ എന്തിനടിപ്പില്ലേ നീ ഇതിനെ സമ്മതിച്ചത്? പരിഹാസവും ദേഷ്യവും കലർന്ന അവന്റെ ചോദ്യം കേട്ട് കല്ലു എന്തു പറയണമെന്നറിയാതെ അവനെ നോക്കി. അവന്റെ ചോദ്യത്തിലെ കുറ്റപ്പെടുത്തൽ അവളെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ഞാൻ ആഗ്രഹിച്ചിട്ടാണെന്നാണോ സാർ വിചാരിക്കുന്നത്? അവൾ ഇടർച്ചയോടെ ചോദിച്ചു. പിന്നല്ലാതെ ആഗ്രഹിച്ചിട്ടല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഉടനടി ഇങ്ങനെ ഒരു മാരേജിന് സമ്മതിച്ചത്? നീ വിചാരിച്ചിരുന്നെങ്കിൽ ഈ വിവാഹം നിർത്തായിരുന്നു കല്യാണി. പക്ഷേ നീ അത് ചെയ്തില്ല. നിനക്ക് വായ തുറന്ന് പറയാറുന്നില്ലേ വിവാഹത്തിന് താല്പര്യമില്ലെന്ന്? അതിനു പകരം ഒരു വാക്കുപോലും മിണ്ടാതെ ഊമയെപ്പോലെ പോയി മണ്ഡപത്തിലിരിക്കുകയായിരുന്നു നീ. വൈ ഡിഡ്ന്റ് യു സ്റ്റോപ്പ് ഇറ്റ്? മാധവ് അവൾക്കടുത്തേക്ക് ഒരു ചുവട് കൂടി വെച്ചുകൊണ്ട് ചോദിച്ചു. കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം അവളുടെ ഉള്ളിലെ പേടിയെല്ലാം എങ്ങോട്ടോ പോയി മറഞ്ഞു. പകരം വാശിയും ദേഷ്യവും നിറഞ്ഞു. ഞാൻ എതിർത്തില്ല എന്നല്ലേ? ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, സാറെന്താ എതിർക്കാതിരുന്നത്? കല്ലു ശബ്ദമുയർത്തി ചോദിച്ചു. അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി മാധവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ഒരു നിമിഷം സ്തബ്ധനായി നിന്നു. സാറിന് പറയാറുന്നില്ലേ വിവാഹത്തിന് സമ്മതമല്ലെന്ന്? എല്ലാവരെയും വിരൽത്തുമ്പി നിർത്തുന്ന ആളല്ലേ സാർ? കോളേജിൽ പിള്ളേരോട് കാണിക്കുന്ന ആ ശൗര്യം സാറിന് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ കാണിക്കായിരുന്നില്ലേ? എന്നിട്ട് സാറെന്താ ചെയ്യാതിരുന്നത്? അവളുടെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു. മാധവിൻ്റെ മുഖം കൂടുതൽ ചുവന്നു. കണ്ണുകൾ കുറുകി. അവൾ പറഞ്ഞത് സത്യമാണെന്ന് അവനറിയാമായിരുന്നു. അച്ഛൻ തൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞപ്പോൾ, അമ്മയുടെ ജീവൻ അപകടത്തിലാവുമെന്ന് പറഞ്ഞപ്പോൾ തനിക്കും വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ തൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മുന്നിൽ, പ്രത്യേകിച്ച് കല്യാണിയുടെ മുന്നിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അവൻ്റെ ഈഗോ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞു, 1000 വട്ടം ഞാൻ പറഞ്ഞതായി എനിക്കിതിന് പറ്റില്ലെന്ന് മാധവ് ശബ്ദമുയർത്തി. പക്ഷേ അച്ഛൻ്റെ ആ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് മുന്നിൽ, അമ്മയുടെ അവസ്ഥയ്ക്ക് മുന്നിൽ എനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. മൈ ഹോൾ ലൈഫ് ഈസ് റൂയിൻഡ് ബിക്കോസ് ഓഫ് ദിസ് സ്റ്റുപ്പിഡ് ഇൻസിഡൻറ്റ്. അവൻ തലമുടിയിലൂടെ വിരലുകൾ കോതിക്കൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കല്ലു അവനെ തന്നെ നോക്കി നിന്നു. അതേ ബ്ലാക്ക് മെയിലിംഗ് തന്നെയാ സാർ എൻ്റെ വീട്ടുകാരും ചെയ്തത്. എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തുടരെ തുടരെ എന്നെ നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറല്ലെന്ന് പലവട്ടം കരഞ്ഞു പറഞ്ഞിട്ടും ആരും അത് കേൾക്കാൻ തയ്യാറാവാതെ സാറിനെയും സാറിൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനത്തെയും പറ്റി മാത്രം ചിന്തിച്ചപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നത്? സാറിനെ പോലെ തന്നെ എനിക്കും വലുത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഇന്നേ വരെ അവരെ എതിർത്തിട്ടില്ല ഞാൻ. അതെൻ്റെ ഗതികേട്. അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നീ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. അല്ലാതെ സാറിനെ കെട്ടാനുള്ള തീരാമോഹം കൊണ്ടൊന്നും അല്ല ഞാൻ കഴുത്ത് നീട്ടി തന്നത്. അതിനപ്പുറം സാർ എനിക്ക് ആരുമല്ല. നിങ്ങളെൻ്റെ വെറും ഒരു പ്രൊഫസറാണ്. കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകിയിറങ്ങുമ്പോഴും അവളുടെ നോട്ടത്തിൽ വല്ലാത്തൊരു തീഷ്ണതയുണ്ടായിരുന്നു. ആ വാക്കുകൾ മാധവനെ നിശബ്ദനാക്കി കളഞ്ഞു. അവൻ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നിടത്ത് തന്നെ നിന്നു. അവളുടെ കണ്ണുകളിലെ സങ്കടവും നിസ്സഹായതയും ശ്രദ്ധിക്കുകയായിരുന്നു അവൻ. അവളും തന്നെ പോലെ ഇതിൽ ഇരയാണെന്ന സത്യം അവൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ കുറച്ചൊന്ന് തണുപ്പിച്ചു. എങ്കിലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കുറച്ച് സമയത്തോളം ആ മുറിയിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. മാധവ് ദീർഘമായൊന്ന് നെടുവേർപ്പെട്ടു. തന്നെ തന്നെ നിയന്ത്രിച്ച് പിന്നെയും ആ പഴയ ഗൗരവം വീണ്ടെടുത്തുകൊണ്ട് കല്യാണിയുടെ നേർക്ക് തിരിഞ്ഞു. ലുക്ക്, നടന്നു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടോ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ തല്ലുകൂടിയിട്ടോ യാതൊരു കാര്യവുമില്ല. ഇറ്റ്സ് ഡൺ. അവൻ വളരെ പ്രാക്ടിക്കലായി സംസാരിക്കാൻ തുടങ്ങി. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായത്. അതിനപ്പുറം ഇതിന് യാതൊരു അർത്ഥവും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് വേണം എന്നാണ് ചിന്തിക്കേണ്ടത്. സോ ലെറ്റ്സ് മേക്ക് സം തിങ്സ് ക്ലിയർ. മാധവ് കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. കല്ലു
സംശയത്തോടെ അവനെ നോക്കി. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പുറം ലോകത്തിനു മുന്നിൽ, അതായത് ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും മറ്റെല്ലാവരുടെയും മുന്നിൽ നമ്മളിരുവരും ഭാര്യാഭർത്താക്കന്മാർ തന്നെയായിരിക്കും. പക്ഷേ അവൻ ഒന്ന് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. പക്ഷേ ഈ 4 ചുവരുകൾക്കുള്ളിൽ, ഈ മുറിക്കുള്ളിൽ നമ്മളിരുവരും വെറും അപരിചിതരായിരിക്കും. ഒരു റൂം ഷെയർ ചെയ്യുന്ന തികച്ചും അപരിചിതരായ 2 പേർ. അതിൽ പരം ഒരു ബന്ധവും നമ്മൾ തമ്മിലുണ്ടാവരുത്. ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us. നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുക, ഞാൻ എൻ്റെയും. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിലും നീ ഇടപെടാൻ പാടില്ല. ഞാനും അങ്ങനെ തന്നെയായിരിക്കും. ക്ലിയർ? അവൻ പറയുന്ന ഓരോ വാക്കും കല്ലു ശ്രദ്ധയോടെ കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഉള്ളിലും ആശ്വാസം വന്നു നിറഞ്ഞു. ക്ലിയർ, എനിക്ക് സമ്മതമാണ്, അവൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. മാധവ് ഒരു നിമിഷം അവളെ അമ്പരപ്പോടെ നോക്കി. അവളിൽ നിന്നും ഇത്ര പെട്ടെന്നൊരു സമ്മതം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ തീരുമാനത്തിൽ അവൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് ആ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു. അതെന്തോ അവൻ്റെ ഉള്ളിലെ ഈഗോയിൽ ചെറുതായിട്ടൊന്ന് കൊണ്ടു. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. ഗുഡ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അവൻ വീണ്ടും തുടർന്നു. കോളേജിൽ ആരും ഈ മാരേജിൻ്റെ കാര്യം അറിയാൻ പാടില്ല. അവിടെ ഞാൻ നിന്റെ ടീച്ചറും നീ എൻ്റെ സ്റ്റുഡൻറ്റും മാത്രമാണ്. നമ്മുടെ ഈ ബന്ധം എൻ്റെ പ്രൊഫഷനെ ഒരു വിധത്തിലും ബാധിക്കരുത്, അവൻ തറപ്പിച്ചു പറഞ്ഞു. കല്ലു ഒന്ന് ആലോചിച്ചിട്ട് വളരെ വേഗം തലയാട്ടി സമ്മതം അറിയിച്ചു. എങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ തീരുമാനങ്ങളെല്ലാം അംഗീകരിച്ചതിൻ്റെ വിജയഭാവത്തിൽ മാധവ് ലാപ്ടോപ്പ് എടുത്ത് സോഫയുടെ അടുത്തേക്ക് നടന്നു. കല്ലു ദീർഘമായെന്ന് ശ്വാസമയച്ചു. കഴുത്തിലെ വലിയ മാലകളും ആഭരണങ്ങളും അവൾ ഒന്നൊന്നായി അഴിച്ചു വെച്ചു. ആ വലിയ കട്ടിലിൻ്റെ ഒരറ്റത്ത് ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അതേസമയം ലാപ്ടോപ്പിലെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നെങ്കിലും മാധവിൻ്റെ ശ്രദ്ധ പക്ഷെ അതിലായിരുന്നില്ല. കണ്ണാടിയിലൂടെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന കല്യാണിയിലേക്ക് അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ പാറിപ്പോയി. അവളുടെ ആ കിടപ്പ് കണ്ടപ്പോൾ അവനെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. കല്ലുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും മനസ്സിലാകെ ഒരു കുറ്റബോധമാണ്. താൻ കാരണം ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം താളം തെറ്റിയെന്നൊരു ചിന്ത മുൻപേ അവനെ പിടികൂടി തുടങ്ങിയിരുന്നു. അവൻ അവളെ അലിവോടെ ഒന്ന് നോക്കി. നേരമേറെ കടന്നുപോയി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും കല്ലുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചിന്തയിൽ മുഴുവൻ ഇന്നത്തെ സംഭവവികാസങ്ങളും മാധവ് സാർ പറഞ്ഞിട്ട് പോയ വാക്കുകളുമാണ്. എല്ലാം മനസ്സിലോർത്തുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ നൈറ്റ് ലാമ്പിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ലാപ്പിൽ എന്തോ ചെയ്യുന്ന മാധവിനെ കണ്ടു. എന്തൊരു ജന്മ ഇത്, മനുഷ്യന്മാരെ പോലെ ഒന്ന് സംസാരിക്കാൻ പോലും അറിയില്ല, അവൾ മനസ്സിൽ പെറുവിറുത്തു. എന്തൊരു സ്വഭാവം അയാളുടേത്. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല, അവൾ ഉറങ്ങും വരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു.